വെറും മുഹമ്മദ് അർഷദ് എന്നാണ്. എന്റെ വാപ്പാട് പേര് സെയ്ദ് മുഹമ്മദ് എന്നാണ്. എന്റെ മോന്റെ പേര് മുഹമ്മദ് യാസിർ. അപ്പോൾ നമ്മുടെ പേരിന്റെ അവിടെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു മുഹമ്മദ് വന്നാൽ വലിയ റാഹത്താണ്, അല്ലെങ്കിൽ ഒരു അഹമ്മദ് വന്നാൽ വലിയ റാഹത്താണ്. ഇന്ന് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഒരുപക്ഷെ കുഴപ്പമുണ്ടായി, പെണ്ണുങ്ങൾ വലിയ അത് ഉപ്പാടെ പേരാ, ഉപ്പാടെ പേരാ, അതൊക്കെ വെറുതെ ഉള്ളില്ലാത്ത പേരാ എന്നൊക്കെ പറഞ്ഞ് ആ പേരിനെ നിസ്സാരമാക്കുന്നവർ ഒരിക്കലും ചെയ്യരുത്. കാരണം മുഹമ്മദ് എന്ന പേരിന് വലിയ മഹത്വമുണ്ട്. എന്താണ് ആ വലിയ മഹത്വം എന്നറിയോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ ആയി കഴിഞ്ഞാൽ നാദാ മുനാദ്, വിളിച്ചു പറയുന്ന ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ്. ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യരും കോടാനു വരുന്ന മനുഷ്യരുണ്ടല്ലോ, ജിന്നുകളുണ്ടല്ലോ, എല്ലാവരെയും ഇങ്ങനെ മഹ്ശറിൽ നിർത്തിയിട്ട് ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്, അലാലിയകും മൻ ഇസ്മുഹു മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അവരൊന്ന് എഴുന്നേൽക്കണേ. ആ സമയത്ത് മുഹമ്മദ് എന്ന പേരുള്ള കുറച്ച് ആളുകൾ എഴുന്നേൽക്കുന്നതാണ്. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുമ്പോ ആ മലക്ക് വീണ്ടും പറയുകയാണ്, ഫൽയദ്ഖുലിൽ ജന്നാ, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം. കാരണം എന്തെന്നറിയോ? കറാമത്തിൽ നബി മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണല്ലോ മുഹമ്മദ് എന്നത്. ആ നബി തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന പേരല്ലേ നിങ്ങൾക്കുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് ഒരു മലക്ക് ആ മനുഷ്യരോട് പറയുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുകയാ. ഈ ഒരു ഹദീസ് കേൾക്കുമ്പോൾ പല ആളുകൾക്കും വിഷമമുണ്ടാകും. ഉസ്താദേ, ഞങ്ങളുടെ പേര് മുഹമ്മദ് എന്നല്ല, ഞങ്ങളുടെ പേര് നവാസ് എന്നാണ്, നൗഷാദ് എന്നാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ പേരാണ്, ഞങ്ങൾക്ക് മുഹമ്മദ് എന്ന പേരില്ല, ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുകയില്ലേ? അല്ലെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, ഉസ്താദേ ഞങ്ങളൊക്കെ പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾക്ക് എങ്ങനെയാ മുഹമ്മദ് എന്ന് പേരിടുക? നിങ്ങളും വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിൽ തന്നെ നമുക്ക് കാണാം, ആരാണോ എന്റെ പേര് ഏറ്റവും കൂടുതൽ പറയുന്നത് ഞാൻ അവനുമായിട്ടാണ് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുകൾ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു. മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ ബാസിതുൽ മഅറൂഫി ജാമിഅതാ, മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കലിമി. പ്രണയം മദീനയോടെന്ന സുന്ദരമായ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രണയം വേണ്ടത് മദീനയോടാ. പിന്നെയോ ഏറ്റവും വലിയ പ്രണയം വേണ്ടത് ആ മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവായ നമ്മുടെ ചങ്കിന്റെ ചങ്കായ കരളിന്റെ കരളായ മുത്തുനബിയോടാണ് ഏറ്റവും വലിയ സ്നേഹവും ഇഷ്ടവും പ്രണയവും നമുക്ക് വേണ്ടത്. ആ റസൂലിനോട് മാത്രമല്ല, ആ റസൂൽ നമുക്ക് പഠിപ്പിച്ചു നൽകിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ആ സുന്നത്തുകളുണ്ടോ, ആ സുന്നത്തുകളോടും നമുക്ക് പ്രണയം ഉണ്ടാവണേ. എന്നാൽ മാത്രമേ മദീനയെ പ്രണയിച്ചത് കൊണ്ട് നമുക്ക് കാര്യമുണ്ടാവുകയുള്ളൂ. എന്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാ. കാരണം എന്തെന്നോ, അള്ളാഹു പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്, അള്ളാഹു നമ്മളെ മനുഷ്യനാക്കി സൃഷ്ടിച്ചു എന്നതാണ്. ഈ സദസ്സിലേക്ക്, മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന ഈ സദസ്സിലേക്ക് ഒരു നായ, ഒരു പട്ടി, ഒരു ശ്വാനൻ കടന്നു വന്നാൽ നമ്മൾ എല്ലാവരും കല്ലെടുത്തതിനെ ഓടിക്കുകയില്ലേ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവി വന്നാൽ അതിനെ പിടിച്ചു കെട്ടടാ എന്ന് നമ്മൾ പറയാറില്ലേ? എന്നാൽ ഈ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നാലോ, അവനിക്ക് ഇരിക്കാൻ സീറ്റില്ലെങ്കിൽ നമ്മൾ ഇരിപ്പിടം കൊടുക്കുമല്ലോ. അപ്പൊ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നോ, അത് മനുഷ്യനാക്കി നമ്മളെ സൃഷ്ടിച്ചു എന്നതാ. രണ്ടാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? അല്ലാഹുവേ, നിന്നെ റബ്ബായിട്ട്, പരിശുദ്ധമായ ദീനിനെ ഞങ്ങളുടെ മതമായിട്ട്, നിന്റെ മുത്ത് റസൂലിനെ ഞങ്ങളുടെ നബിയായിട്ട് അംഗീകരിക്കുന്ന ഒരു മുസ്ലിമാക്കി, ഒരു മുഅ്മിനാക്കി ഞങ്ങളെ നീ മാറ്റിയല്ലോ അല്ലാഹ്. അതാണല്ലോ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം. അതുപോലെ തന്നെ മൂന്നാമത് മറ്റൊരു അനുഗ്രഹം കൂടി നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്തെന്നറിയോ? അത് ഉമ്മത്ത് മുഹമ്മദിൽ പെടാൻ സാധിച്ചു എന്നതാ. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എത്രയോ പ്രവാചകന്മാർ അവരൊക്കെ ദുആ ചെയ്യുമായിരുന്നു. അറിയുമോ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും സുജൂദിൽ കിടന്നിട്ട് ചെയ്യുന്ന ഒരു ദുആയുണ്ട്. സുജൂദിൽ കിടന്നിട്ട് പ്രവാചകനാകുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന ദുആയുണ്ട്. എന്താണ് ആ ദുആ എന്നോ? അല്ലാഹുമ്മ ജഅൽനീ ഉമ്മത മുഹമ്മദ്, റബ്ബേ ബനൂ ഇസ്രായേലിലേക്ക് എന്നെ നീ അയച്ചല്ലോ, പ്രവാചകനാക്കി നീ എന്നെ അയച്ചല്ലോ, അൽഹംദുലില്ലാഹ്. പക്ഷേ ഒരു പ്രവാചകനാകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യം ഏതെന്നറിയോ? ഇനി അടുത്തതായിട്ടൊരു പ്രവാചകർ കടന്നു വരാനുണ്ടല്ലോ, ആഖിർ നബിയായിട്ടൊരു ഹബീബ് വരാനുണ്ടല്ലോ. ആ മുത്തായ റസൂലിന്റെ കേവലം ഒരു ഉമ്മത്തി
ഉമ്മത്തിയാവാൻ സാധിച്ച റബ്ബേ, ഈ പ്രവാചകത്വം കിട്ടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം ആ ഉമ്മത്ത് മുഹമ്മദിൽ പെടാൻ സാധിക്കുക എന്നതാണെന്ന് ആരാ ദുആ ചെയ്യുന്നത്? പ്രവാചകനാകുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് എത്രയോ വലിയ അനുഗ്രഹങ്ങളാ തന്നിട്ടുള്ളത്. മുൻകാല സമുദായങ്ങളിൽ കൊടുക്കാതിരുന്ന എത്രയെത്രയോ അനുഗ്രഹങ്ങളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ ഉമ്മത്തീങ്ങളായ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ളത്. എത്രമാത്രം മുൻകാല പ്രവാചകന്മാരിൽ അവരുടെ ശരീരത്തിലോ പ്രത്യേകിച്ച് വസ്ത്രത്തിലോ എന്തെങ്കിലും നജസ് പറ്റിയാൽ, പ്രത്യേകിച്ച് വസ്ത്രത്തിന് നജസ് പറ്റിയാൽ വസ്ത്രം കഴുകിയാൽ പോരാ, ആ ഭാഗം മുറിച്ചു കളയും. അങ്ങനെ ഹുക്കുമുള്ള, അങ്ങനെ വിധി ഉണ്ടായിരുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നാണ്. തീർന്നോ? ഇല്ല. അവർക്കൊക്കെ നോമ്പ്, നമ്മുടെ നബിതങ്ങളുടെ സമുദായം നമുക്ക് മാത്രമാണ് 14 മണിക്കൂർ കൂടി പോയ 15 മണിക്കൂറൊക്കെ നോമ്പ്. മുൻകാല സമുദായങ്ങൾക്കുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. 24 മണിക്കൂർ. ആ നോമ്പിന് വേറെ പ്രത്യേകതയുണ്ട്. എന്താ? കഴിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. മൂസാ നബിയുടെ കാലത്തേക്കുള്ള നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നോമ്പ്. കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സംസാരിക്കാൻ പാടില്ല, കലാം, സംസാരം പാടില്ല, പല്ല് തേക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. ഇതായിരുന്നു അവരുടെയൊക്കെ നോമ്പ്. നമ്മുടെ കാലത്ത് അങ്ങനെയാണോ? അള്ളാന്റെ ഹബീബായ ആ റസൂലിന്റെ ഉമ്മത്തീങ്ങളായി നമുക്ക് എത്രമാത്രം അനുഗ്രഹമാണ് അള്ളാഹു തന്നിട്ടുള്ളത്. സ്വർഗത്തിൽ ആദ്യം കടക്കുന്ന സമൂഹം നമ്മളാണ്. സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തായ റസൂലാണ് സ്വർഗത്തിന്റെ താക്കോല് കൊണ്ട് ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് വലതുകാല ആ സ്വർഗത്തിലേക്ക് ആദ്യമായി എടുത്തു വെക്കുന്നത്. പിന്നീട് കടന്നു വരുന്നത് മഹാന്മാരായ പ്രവാചകന്മാരാ. ആ പ്രവാചകന്മാർക്ക് ശേഷം പിന്നീട് സ്വർഗത്തിലേക്ക് മൂന്നാമത്തെ വിഭാഗമായിട്ട് കടന്നു പോകുന്നത് അത് ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ആളുകളാണെന്ന് അള്ളാന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. എന്റെ സമുദായത്തിൽ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത് അതെന്റെ കരളിന്റെ കരളായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ അവ്വലു സുംറത്തുൻ തലിജുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുന്ന ആദ്യത്തെ സമൂഹം നമ്മളാ. പിന്നെയോ ലോകത്തെ ഏറ്റവും കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ ശരീഅത്ത് എടുത്തു നോക്കിയാൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം സംഭവിക്കുന്നത് അത് ഈ ഉമ്മത്ത് മുഹമ്മദിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണങ്ങൾ സംഭവിക്കുന്നത് കൂടുതൽ എന്റെ ഉമ്മത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. ഷഹീദ് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വരുമ്പോൾ വാളും പരിചയപ്പെടുത്തു പോകുന്ന ആളുകൾ, അതിൽ കൊല്ലപ്പെടുന്ന, അതിൽ മരണപ്പെടുന്ന ആളുകൾ മാത്രമല്ല. അല്ലെ, ഫലസ്തീൻ, അല്ലാഹ്, എത്രയാ എണ്ണം. ഇപ്പോ നമ്മൾ ഓർക്കുമ്പോൾ ഫലസ്തീനിലൊക്കെ ഇപ്പോ ശാന്തമാണ്, ഇപ്പോ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഫലസ്തീനിൽ ഒരുപാട് പ്രശ്നം നടക്കുന്നുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം. അല്ലെ, 25,000 29,000 ഒക്കെ 30,000-ത്തിലധികം ആളുകൾ അത് കായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കുഞ്ഞുമക്കളും അവിടുത്തെ ഉമ്മമാരും ഉപ്പമാരൊക്കെ മരണപ്പെടുകയാണ്, ഷഹീദാവുകയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം അത്രമാത്രം പവിത്രതയൊന്നും നമുക്കില്ല, അവരുടെ ഈമാനിന്റെ പകുതി പോലും പലപ്പോഴും നമുക്കില്ല. അല്ലാഹുവേ, അവരുടെ ഈമാനിന്റെ ബലം കൊണ്ട് ഞങ്ങളുടെ ഈമാൻ നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ യുദ്ധത്തിൽ ഷഹീദാകുന്നവർ മാത്രമല്ല ആര് ഷഹീദ്. പിന്നെയോ നബി തങ്ങൾ പറയുകയാ, എന്റെ സമുദായത്തിൽ നിന്നും മുങ്ങി മരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ശുഹദാഇന്റെ പ്രതിഫലമുണ്ടെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അലക്കാൻ പോകുമ്പോൾ, കുളിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നു, കാല് തന്നെ വീഴുന്നു. അങ്ങനെ അല്ലാതെ ആത്മഹത്യക്ക് വേണ്ടി എടുത്തു ചാടുന്നവരല്ല കേട്ടോ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെള്ളത്തിലേക്ക് എടുത്തു ചാടി മുങ്ങി മരിച്ചു ഷഹീദ്, മണ്ണാൻ കട്ട, അവനിക്ക് ഒന്നും കിട്ടൂല, അവനിക്ക് ഇരട്ടി ശിക്ഷയാ. ആത്മഹത്യയല്ല പറഞ്ഞത്, കാല് വഴുതി ആ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടാൽ ശുഹദാഇന്റെ പ്രതിഫലമാണ്. പിന്നെയോ തീ കത്തി മരണപ്പെട്ടാൽ അത് ശുഹദാഇന്റെ പ്രതിഫലമാണ്. കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ടു പോയാൽ, ഭൂകമ്പങ്ങളുടെ ഇടയിൽപ്പെട്ട്, അതുപോലെ രണ്ട് വാഹനത്തിന്റെ ഇടയിൽപ്പെട്ട്, വാഹനത്തിന്റെ അടിയിൽപ്പെട്ട്, ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവേ, അവർക്ക് കിട്ടുന്നത് ശുഹദാക്കളുടെ പ്രതിഫലമാണ്. വയർ സംബന്ധമായ രോഗം വന്ന് മരണപ്പെടുന്ന എത്രയോ ഉമ്മമാരാണുള്ളത്. അതുപോലെ ഗർഭാശയത്തിൽ ക്യാൻസർ വരുന്നു, വയറിന്റെ ഉള്ളിൽ ക്യാൻസർ വരുന്നു, കുടലിൽ ക്യാൻസർ വരുന്നു. അതുപോലെ തന്നെ വയറ്റിന്റെ ഉള്ളിൽ ഒരുപാട് അസുഖങ്ങൾ വന്ന്, വയർ സംബന്ധമായ രോഗങ്ങൾ വന്ന് മരണപ്പെടുന്ന ഉമ്മ, അല്ലാഹുവേ, അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ശുഹദാക്കളുടെ പ്രതിഫലമാ. പിന്നെയോ പ്രസവാനന്തരം മരിക്കുന്ന പെണ്ണുണ്ടല്ലോ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മരണപ്പെടുന്ന പെണ്ണ്, പ്രസവത്തിന്റെ ഉടനെ മരണപ്പെടുന്ന പെണ്ണ്, അതുപോലെ തന്നെ പ്രസവിച്ചിട്ട് 2 വർഷക്കാലം ആ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്നതിന്റെ ഇടയിൽ പെട്ട് മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാം അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ശുഹദാക്കളുടെ പ്രതിഫലമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഉമ്മത്ത് മുഹമ്മദ്, അല്ലാഹുവേ, നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാണോ. കാരണം മുൻകാല സമുദായങ്ങളിൽപ്പെട്ട പ്രവാചകന്മാരുടെ സമുദായത്തിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, തിന്മ ചെയ്താൽ അല്ലാഹു തആല അവരെ ഭൂമിയിലേക്ക് ഉടൻ തന്നെ ആഴ്ത്തി കളയുമായിരുന്നു, അല്ലെങ്കിൽ കോലം മറിച്ച് കളയുമായിരുന്നു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ മഹാനായ ദാവൂദ് നബിയുടെ സമുദായത്തിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? ആ ദാവൂദ് നബിയുടെ കൽപ്പന എന്തെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ, അവരനുസരിക്കാതെ വന്നാൽ അല്ലാഹു തആല അവരുടെ കോലം മറിച്ച് കളയുന്നതാണ്. കഴുതയുടെ കോലമാക്കും, കുരങ്ങന്റെ കോലമാക്കും, മറ്റ്
ജീവജാലങ്ങളുടെ കോലമാക്കി മാറ്റുന്നതായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് അല്ലാഹു തആല എന്തെങ്കിലും ആ ഒരു കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ഭൂമിയിലേക്ക് അല്ലാഹു ആഴ്ത്തി കളയുമായിരുന്നു. അങ്ങനെയാണ് അവർക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുത്തിരുന്നത്. ആദം നബിയുടെ രണ്ട് മക്കൾ കാബീൽ ഹാബീലിനെ കൊന്നു. ഈ കാബീലിന് അല്ലാഹു തആല ശിക്ഷ കൊടുത്തത് അവന്റെ കാല് മുതൽ അര വരെ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. ഒരുപാട് കാലം അവൻ അങ്ങനെയായിരുന്നു. അവസാനം ആദം നബി ദുആ ചെയ്താണ് അവനെ ആ ദുനിയാവിലെ ആ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയതെന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോ നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ്. ഒരിക്കൽ മദീന പള്ളിയുടെ അകത്തളത്തിരുന്നു കൊണ്ട് ലോകത്തിന്റെ നേതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്ത് അവിടുത്തെ രണ്ട് കരങ്ങൾ ഇങ്ങനെ ഉയർന്നിട്ട് അവിടുത്തെ കക്ഷത്തിന്റെ രണ്ട് വെളുപ്പ് കാണുന്ന തരത്തിൽ ഇങ്ങനെ ഉറക്കെ ദുആ ചെയ്യുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ, എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? താങ്കൾ എന്തിനാണ് ഇത്രമാത്രം കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്? എന്ത് വിഷയമാണ് നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അബൂബക്കറേ, എന്റെ സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എന്റെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകള് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നവരാണല്ലോ. അവർ പലപ്പോഴും നിസ്കരിക്കാത്തവരാ, നോമ്പ് പിടിക്കാത്തവരാ, കള്ളു കുടിച്ചു പോകുന്നവരാ, മോശത്തരം ചെയ്യുന്നവരാ, കള്ളം പറയുന്നവരാ, വഞ്ചന ചെയ്യുന്നവരാ, അതുപോലെ തന്നെ ഒരുപാട് അതിക്രമങ്ങൾ ചെയ്യുന്നവരാ. അവരെങ്ങാനും ഈ ഭൂമി ലോകത്ത് വെച്ച് തെറ്റ് ചെയ്യുമ്പോ മുൻകാല സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയെങ്ങാനും എന്റെ സമുദായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തിന്റെ സമുദായത്തിന്റെ എണ്ണം കുറഞ്ഞു പോകുമല്ലോ അബൂബക്കറേ. അതുകൊണ്ട് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ, എന്റെ സമുദായത്തിനെ ഈ ദുനിയാവിൽ വെച്ച് നീ പരീക്ഷിക്കല്ലേ അല്ലാ. എന്റെ സമുദായത്തെ നീ കോലം മറിക്കല്ലേ അല്ലാ. അവരുടെ രൂപം നീ മാറ്റല്ലേ അല്ലാ എന്ന മുത്ത് റസൂലിന്റെ ഒരൊറ്റ ദുആ കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഞാൻ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ മനുഷ്യനായി തിരിക്കുന്നത് ആ റസൂലിന്റെ ഒരൊറ്റ ദുആ കൊണ്ടാ. നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ